ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ട്. ഭൂമിയിലെ ഏറ്റവും സൂര്യപ്രകാശം ലഭിക്കുന്ന ചില പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. എന്തായിരിക്കും ഇതിന് കാരണം? നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ആവശ്യത്തിന് സൂര്യപ്രകാശ വൈറ്റമിൻ ഉൽപ്പാദിപ്പിക്കേണ്ടതല്ലേ? അന്തരീക്ഷ ജിയോമെട്രി മുതൽ മെലാനിൻ ബയോളജി വരെ, വസ്ത്ര തിരഞ്ഞെടുപ്പുകൾ മുതൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ താപനില വരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വൈറ്റമിൻ ഡി ഉൽപ്പാദനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് സൂര്യന് കീഴിലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടാകാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് എന്നതിലെ സങ്കീർണമായ ശാസ്ത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ശരീരം വൈറ്റമിൻ ഡി എങ്ങനെ നിർമ്മിക്കുന്നു? നിങ്ങളുടെ ചർമ്മം യുവിബി രശ്മികൾക്ക് അഥവാ അൾട്രാവയലറ്റ് ബി വികിരണത്തിന് വിധേയമാകുമ്പോൾ ചർമ്മത്തിലെ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന സംയുക്തം വൈറ്റമിൻ ഡി എന്നറിയപ്പെടുന്ന കോളേക്കാൽസിഫെറോളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ രാസപ്രവർത്തനം വളരെ സെൻസിറ്റീവാണ്. യുവിബി പ്രകാശം പ്രത്യേകിച്ച് 290 നാനോമീറ്ററിനും 315 നാനോമീറ്ററിനും ഇടയിൽ നിങ്ങളുടെ ചർമ്മത്തിൽ പതിക്കുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. നിങ്ങളുടെ ചർമ്മത്തിലെത്തുന്ന യുവിബിയുടെ അളവിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം അത് പ്രോസസ് ചെയ്യുന്ന രീതിയെയോ എന്തെങ്കിലും തടസ്സപ്പെടുത്തിയാൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. സോളാർ സെനിത്ത് ആംഗിൾ ഒരു പ്രധാന ഘടകം സോളാർ സെനിത്ത് ആംഗിൾ അഥവാ SZA ആണ്. സൂര്യനും നേരെ മുകളിലുള്ള ബിന്ദുവിനും ഇടയിലുള്ള കോണാണ് സോളാർ സെനിത്ത് ആംഗിൾ. സൂര്യൻ ഉച്ചസമയത്ത് ഉയർന്ന നിലയിലായിരിക്കുമ്പോൾ SZA ചെറുതായിരിക്കും. യുവിബി രശ്മികൾ ഭൂമിയെ കൂടുതൽ നേരിട്ട് പതിക്കുകയും അന്തരീക്ഷത്തിലൂടെ കുറച്ചുമാത്രം കടന്നുപോകുകയും ചെയ്യും. ഇതിനർത്ഥം കൂടുതൽ യുവിബി നിങ്ങളുടെ ചർമ്മത്തിൽ എത്തുന്നു എന്നാണ്. എന്നാൽ അതിരാവിലെ, ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ ശൈത്യകാല മാസങ്ങളിൽ സൂര്യൻ ചക്രവാളത്തിന് അടുത്തായിരിക്കും. SZA വർദ്ധിക്കുന്നു. യുവിബി അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിൽ ഭൂരിഭാഗവും നിങ്ങളിലേക്ക് എത്തുന്നതിനു മുമ്പ് ചിതറിപ്പോവുകയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഹോളിക് എറ്റൽ 1980 പഠനം കാണിക്കുന്നത് ഏകദേശം 35 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിനു മുകളിലുള്ള അക്ഷാംശങ്ങളിൽ ശൈത്യകാല മാസങ്ങളിൽ യുവിബി പ്രായോഗികമായി ഇല്ല എന്നാണ്. വസ്ത്രം എന്ത് ധരിക്കുന്നു എന്നത് പ്രധാനമാണ്. വസ്ത്രങ്ങൾ തുണികൊണ്ടുള്ള സൺസ്ക്രീൻ പോലെയാണ്. അത് യുവിബി വികിരണങ്ങളെ ശരീരത്തിലെത്താതെ തടയുന്നു. എന്നാൽ എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെയല്ല. കാബ്ജാക് എറ്റൽ 1994, ഹോഫ്മാൻ എറ്റൽ 2001 തുടങ്ങിയവരുടെ ഗവേഷണം കാണിക്കുന്നത് സിന്തറ്റിക് നാരുകൾ, ഇരുണ്ട നിറങ്ങൾ എന്നിവ കൂടുതൽ യുവിബി തടയുന്നു എന്നാണ്. ഉദാഹരണത്തിന്, കറുത്ത കമ്പിളിക്ക് യുവിബിയുടെ 98% തടയാൻ കഴിയും. അതേസമയം വെളുത്ത കോട്ടൺ 47% മാത്രമേ തടയാൻ കഴിയൂ. കൂടുതൽ കവറേജ് അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ മെറ്റീരിയൽ എന്നാൽ വൈറ്റമിൻ ഡി ഉൽപ്പാദനം കുറവാണ് എന്നാണ് അർത്ഥം. സൺസ്ക്രീൻ ഉപയോഗം ഇക്കാലത്ത് മിക്ക ആളുകളും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സ്കിൻ ക്യാൻസറിനെ തടയാൻ നല്ലതാണ്. പക്ഷേ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിന് അത്ര നല്ലതല്ല. ഉയർന്ന SPF ഉള്ള സൺസ്ക്രീനുകൾ പ്രത്യേകിച്ച് യുവിബി ആഗിരണം ചെയ്യുകയോ ചിതറിക്കുകയോ ചെയ്യുന്നു. 1987 നടത്തിയ ഒരു പഠനത്തിൽ മാറ്റ്സുവോക്കിയും സഹപ്രവർത്തകരും SPF 8 സൺസ്ക്രീൻ പ്രയോഗിക്കുന്നത് യുവി വികിരണങ്ങൾക്ക് ശേഷം വൈറ്റമിൻ ഡി അളവ് വർദ്ധിക്കുന്നത് പൂർണ്ണമായും തടയുന്നുവെന്ന് കണ്ടെത്തി. ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ മെലാനിന്റെ പങ്ക് ചർമ്മത്തിന് നിറം നൽകുന്ന പിഗ്മെന്റാണ് മെലാനിൻ. ഒരു സ്വാഭാവിക യുവിബി ആഗിരണം ചെയ്യുന്ന വസ്തുവാണ്. ഇതൊരു ബിൽറ്റ് ഇൻ സൺസ്ക്രീൻ പോലെയാണ്. ഇത് സൂര്യതാപം, DNA കേടുപാടുകൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനുള്ള ചർമ്മത്തിന്റെ കഴിവ് കുറയ്ക്കുന്നു. ക്ലെമൻസ് ഈറ്റാൽ 1982 നടത്തിയ പഠനത്തിൽ ഇരുണ്ട ചർമ്മമുള്ള ആളുകൾക്ക് ഇളം ചർമ്മമുള്ള ഒരാളുടെ അതേ അളവിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കേണ്ടതുണ്ടെന്ന് കണ്ടെത്തി. പൊള്ളലേറ്റ പാടുകളും ചർമ്മ ആരോഗ്യവും നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യം പോലും പ്രധാനമാണ്. പൊള്ളലേറ്റതിനു ശേഷം ചർമ്മത്തിൽ വൈറ്റമിൻ ഡി സിന്തസിസ് ആരംഭിക്കാൻ ആവശ്യമായ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന തന്മാത്ര വളരെ കുറവാണ്. വാർദ്ധക്യവും വൈറ്റമിൻ ഡി ഉൽപ്പാദനവും പ്രായമാകുന്തോറും നമ്മുടെ ചർമ്മത്തിന് വൈറ്റമിൻ ഡി നിർമ്മിക്കുന്നതിൽ കാര്യക്ഷമത കുറയുന്നു. മക്ലാഫ്ലിനും ഹോളിക്കും 1985 പഠനത്തിൽ കണ്ടെത്തിയത് പ്രായമായവരുടെ ചർമ്മത്തിൽ ചെറുപ്പക്കാരെ അപേക്ഷിച്ച് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ 65% വരെ കുറവാണെന്നാണ്. ഹോളിക് എറ്റൽ 1989 കണ്ടെത്തിയത് യുവാക്കളെപ്പോലെ തന്നെ അൾട്രാവയലറ്റ് വികിരണത്തിന് വിധേയരായ മുതിർന്നവരിൽ വൈറ്റമിൻ ഡി 78% കുറവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ടാണ്. ചർമ്മത്തിന്റെ താപനില അത്ര അറിയപ്പെടാത്തതും എന്നാൽ നിർണായകവുമായ ഒരു ഘടകമാണ് ചർമ്മത്തിന്റെ താപനില. പ്രീവൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ആയി മാറുന്നത് താപനിലയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഹോളിക് 1981 കണ്ടെത്തി. ഉയർന്ന താപനില ഈ പ്രക്രിയയെ ഗണ്യമായി വേഗത്തിലാക്കുന്നു. അതായത് സൂര്യപ്രകാശമുണ്ടായിരുന്നിട്ടും തണുത്ത അന്തരീക്ഷം ആന്തരികമായി വൈറ്റമിൻ ഡി ഉൽപ്പാദനത്തെ മന്ദഗതിയിലാക്കും.
അതുകൊണ്ട് സൂര്യപ്രകാശമേൽക്കുന്നത് പ്രധാനമാണെങ്കിലും അത് എല്ലായ്പ്പോഴും പര്യാപ്തമല്ല. അക്ഷാംശം, ദിവസത്തിന്റെ സമയം, ചർമ്മത്തിന്റെ നിറം, പ്രായം, വസ്ത്രം, സൺസ്ക്രീൻ ഉപയോഗം, വായുവിന്റെ താപനില എന്നിവയെല്ലാം നിങ്ങളുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ എത്രമാത്രം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നതിനെ സ്വാധീനിക്കുന്നു. ഇതൊരു സങ്കീർണമായ ജൈവരാസപസിലാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ലെന്ന് സംശയിക്കുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ശൈത്യകാലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുണ്ട ചർമ്മമുണ്ടെങ്കിൽ, പരിമിതമായ സൂര്യപ്രകാശം ഏൽക്കുക അല്ലെങ്കിൽ മറ്റ് അപകട ഘടകങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിങ്ങിനെക്കുറിച്ചും സപ്ലിമെന്റേഷനെക്കുറിച്ചും നിങ്ങളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിനോട് സംസാരിക്കുക. കാരണം ചിലപ്പോൾ കത്തുന്ന വെയിലിൽ പോലും നിങ്ങളുടെ ശരീരം ഇപ്പോഴും ഇരുട്ടിൽ തന്നെയായിരിക്കാം.